ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയെ ഈശോ സത്യമായിട്ടും പൂർണ്ണമായിട്ടും സന്നിഹിതനാണ്. ഓരോ ദിവ്യകാരുണ്യ അനുഭവവും ഈ സത്യമാണ് വിളംബരം ചെയ്യുന്നത്. കാരണം പരിശുദ്ധ കുർബാനയിൽ ഈശോ ഇന്നും ജീവിക്കുന്നവനായി നമ്മുടെ പക്കലേക്ക് കടന്നു വരുന്നു. കഞ്ചിക്കോട് റാണിയിലൂടെ പരിശുദ്ധയമ്മ നൽകിയ 51 സന്ദേശങ്ങളിൽ 2002 ഓഗസ്റ്റ് 22-ാം തീയതി നൽകിയ സന്ദേശത്തിൽ, അതായത് ഏറ്റവും അവസാനത്തെ സന്ദേശത്തിൽ, അമ്മ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് കുർബാനയെക്കുറിച്ച്. അതിപ്രകാരമാണ്: നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതവും ദാനവും പരിശുദ്ധ കുർബാനയാണ്. നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതവും ദാനവും പരിശുദ്ധ കുർബാനയാണ്. വീണ്ടും അമ്മ പറയുകയാണ്, ഇത് പാപപരിഹാര ബലിയാണ്. വീണ്ടും അമ്മ പറയുകയാണ്, ഇത് മോചന ദ്രവ്യമാണ്. അമ്മയുടെ വാക്കുകൾ നമുക്ക് ഒന്ന് ശ്രവിക്കാം. നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതവും ദാനവും പരിശുദ്ധ കുർബാനയാണ്. ഓരോ ബലിയും ലോകം മുഴുവൻ്റെയും പാപപരിഹാര ബലിയായി സ്വീകരിക്കപ്പെടുന്നു. ഓരോ ബലിയും ലോകം മുഴുവൻ്റെയും പാപപരിഹാര ബലിയായി സ്വീകരിക്കപ്പെടുകയും മോചന ദ്രവ്യമായി എൻ്റെ തിരുക്കുമാരൻ സ്വീകരിക്കുന്നവരിൽ നിറയുകയും ചെയ്യും. കണ്ടോ പ്രിയപ്പെട്ടവരെ, വലിയ 3 കാര്യങ്ങളാണ് അമ്മ വെളിപ്പെടുത്തുന്നത്. ഒന്ന്, ഏറ്റവും വലിയ അത്ഭുതമാണ്, ഏറ്റവും വലിയ ദാനമാണിത്. 2, ഇത് പാപപരിഹാര ബലിയാണ്. ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാര ബലിയാണ്. സ്വർഗത്തിൻ്റെ അമ്മ നമുക്ക് ഉറപ്പ് തരികയാണ്. 3, അമ്മ എടുത്തു പറയുകയാണ്, മോചന ദ്രവ്യമായി എൻ്റെ തിരുക്കുമാരൻ ഇത് സ്വീകരിക്കുകയാണ്. അതെ, പാപപരിഹാര ബലിയാണ്. മോചന ദ്രവ്യമായി ഇത് എൻ്റെ തിരുക്കുമാരൻ സ്വീകരിക്കുന്നവരിൽ നിറയുകയാണ്. യേശു വന്ന് നിറയുകയാണ് ഓരോ പരിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ. അമ്മയുടെ ആഹ്വാനമാണിത്. പ്രിയപ്പെട്ടവരെ, മരിയൻ ധ്യാന വേളയിൽ പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് വിവരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ, പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ, കുർബാന മധ്യേ അസാധാരണമായ അടയാളങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ കുർബാന അത് അത്ഭുതവും ദാനവുമാണ് എന്ന് സ്വർഗം വെളിപ്പെടുത്തുകയാണ്. ഏതാനും അടയാളങ്ങളും അനുഭവങ്ങളും നമ്മളിപ്പോൾ ഉടനെ കാണുകയാണ്. അതിനു മുമ്പായി ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 44-ാമത്തെ വചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആ വചനം ഇപ്രകാരമാണ്: നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. വാസ്തവത്തിൽ പറയേണ്ടത് ഇപ്രകാരമായിരുന്നു: എൻ്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ സന്ദർശന ദിനം എന്ന് പറയുന്നത്? ബലിപീഠത്തിൽ ബലി അർപ്പിക്കപ്പെടുന്നത് അത് ഞാൻ അവിടെ സന്നിഹിതനാകാൻ വേണ്ടിയിട്ടാണ്. അതെൻ്റെ ഔദാര്യമല്ല, എൻ്റെ സമയം കണ്ടെത്തി ഞാൻ അവിടെ വരുന്നതല്ല. പിന്നെയോ എൻ്റെ കടമയാണ് ഓരോ ബലി അർപ്പണത്തിലും പങ്കെടുക്കുക എന്നുള്ളത്. അത് കർത്താവിനെ സന്ദർശിക്കുവാനായിട്ടുള്ള നിനക്ക് നിശ്ചയിക്കപ്പെട്ട സമയമാണ്. ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന, ഇടവക ദേവാലയങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാന. അതുകൊണ്ട് ഞായറാഴ്ച മാത്രം മതി, അല്ലെങ്കിൽ വല്ല പ്രധാനപ്പെട്ട തിരുനാളിൽ മാത്രം മതി എന്ന് പറഞ്ഞ് കുർബാന പങ്കെടുക്കുവാനായിട്ട് സൗകര്യവും സന്ദർഭവും കിട്ടുമ്പോൾ അലസത കൊണ്ട് വേണ്ടാന്ന് വെക്കുമ്പോൾ ഈ വചനമെന്ന് ഓർത്താൽ വളരെ നല്ലതായിരിക്കും. ലൂക്ക 19:44, നിന്റെ സന്ദർശന ദിവസം നീ അറിഞ്ഞില്ല. കർത്താവ് നിന്നെ സന്ദർശിക്കാൻ വന്ന ദിവസമാണ്. അത് നിന്റെ സന്ദർശനമാണ്. നീ കർത്താവിനെ സന്ദർശിക്കേണ്ട ദിവസമാണ്. അതാണ് നീ അറിയാതെ പോയത്. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൽ ജോസഫ് തൻ്റെ സഹോദരന്മാരോട് ഒരു കാര്യം പറയുന്നുണ്ട്. കർത്താവ് നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികൾ കൂടി ഇവിടെ നിന്ന് കൊണ്ടുപോകണം. ജോസഫ് പറയുകയാണ്, സഹോദരനോട് പറയുകയാണ്, കർത്താവ് നിങ്ങളെ സന്ദർശിക്കുന്ന ദിനം ഉടൻ തന്നെ സംജാതമാകും. അപ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികൾ കൂടി നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. 50-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് വലിയൊരു പ്രവചനമാണ്. കർത്താവ് ജനത്തെ സന്ദർശിക്കുന്നു. ആ സമയത്ത് ഞാനും നിങ്ങളും കർത്താവിനെ സന്ദർശിക്കേണ്ടതാണ്. ഈ ഭൂമിയിൽ സന്ദർശിക്കേണ്ട സമയമാണ് ദീപബലി അർപ്പണമെന്നുള്ളത്.
അത് അടിവരയിട്ട് സ്വർഗം നമ്മെ വെളിപ്പെടുത്തി തരികയാണ്. അതുകൊണ്ടാണ് ഈ സന്ദർശനം അനുഗ്രഹപ്രദമാണെന്ന് 21-ാം സങ്കീർത്തനം 3-ാമത്തെ വചനത്തിൽ പറയുകയാണ്. സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു, അവന്റെ ശിരസിൽ തങ്ക കിരീടം അണിയിച്ചു. കർത്താവ് സന്ദർശിക്കുന്ന സമയമാണ് പരിശുദ്ധ കുർബാനയുടെ സമയമെന്ന് പറയുന്നത്. ഇടവക ദേവാലയത്തിൽ ഓരോ ദിവസവും ബലി അർപ്പിക്കുമ്പോൾ എൻ്റെ സന്ദർശന ദിനമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. എൻ്റെ സന്ദർശന ദിനമാണ്. കർത്താവിനെ സന്ദർശിക്കുവാനായിട്ട് സ്വർഗം നമുക്കൊരുക്കിയ ആ വലിയ സുദിനമാണ് ഓരോ ദിവ്യബലി അർപ്പണവും ഓരോ പ്രഭാതവും. അതുകൊണ്ട് ഓരോ പ്രഭാതത്തിലും ഉണർവോടുകൂടി ആ ബലിയിൽ പങ്കെടുക്കണം. 21-ാം സങ്കീർത്തനം 3-ാമത്തെ വചനത്തിന്റെ അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുന്നത്. സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു, അവന്റെ ശിരസിൽ തങ്കക്കിരീടം, അനുഗ്രഹത്തിന്റെ രക്ഷയുടെ തങ്കക്കിരീടം അണിയിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഇടവക ദേവാലയത്തിൽ ബലിപ്പെടുത്തി നടക്കുന്ന ഓരോ പരിശുദ്ധ കുർബാനയും എത്രയോ ആഗ്രഹത്തോടു കൂടിയും തീഷ്ണതയോടു കൂടിയുമാണ് നമ്മളതിൽ സംബന്ധിക്കേണ്ടത്. സൗകര്യമുള്ളപ്പോൾ വല്ലപ്പോഴും പങ്കെടുത്താൽ പറ്റില്ല. ഈശോ ആഗ്രഹിക്കുന്നത് എല്ലാ ദിവസവും സാധിക്കുമെങ്കിൽ ബലിയിൽ പങ്കെടുക്കണം. അതാണ് ലൂക്കായുടെ സുവിശേഷം 19:44 പറയുന്നത്, നിന്റെ സന്ദർശന ദിവസം നീ അറിഞ്ഞില്ല, നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. ഓരോ ദിവസവും ബലിയിൽ പങ്കെടുക്കുന്ന ദൈവ പൈതൽ അറിയുകയാണ്, അതെ, എൻ്റെ സന്ദർശന ദിനമാണ് ഇന്ന്. ഈ പ്രഭാതം എൻ്റെ സന്ദർശന ദിനമാണ്. കർത്താവിനെ സന്ദർശിക്കുവാനായിട്ടുള്ള ദിനമാണ്. കർത്താവ് എന്നെ സന്ദർശിക്കുന്ന ദിനമാണ്. സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് എന്നെ സന്ദർശിക്കുന്ന ദിനമാണ്. അതെ, ആ അനുഗ്രഹം നമ്മൾ അനുദിന ബലി അർപ്പണം ഉപേക്ഷിക്കുന്നതിലൂടെ നഷ്ടമാക്കരുതേ. മരിയൻ ധ്യാനങ്ങളിൽ അസാധാരണമായ അടയാളങ്ങൾ നൽകിക്കൊണ്ട് കർത്താവ് ഈ വലിയ ആഹ്വാനമാണ് നൽകുന്നത്. പരിശുദ്ധ കുർബാന നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതവും ദാനവുമാണ്. നമുക്ക് ഏതാനും അടയാളങ്ങള്, അനുഭവങ്ങള് നമുക്ക് കാണാം. അതേ മകനെ, ഓരോ ബലിപീഠത്തെയും ബലിയർപ്പണ സമയം നീ ദൈവത്തെ സന്ദർശിക്കുവാൻ ദൈവം നിനക്ക് തരുന്ന സമയമാണത്. അത് നിന്റെ സന്ദർശന ദിനമാണ്, നിന്റെ സന്ദർശന സമയമാണ്. അത് നീ ജീവിതത്തിൽ മനസ്സിലാക്കണമേ. എൻ്റെ പേര് ജോസ്ന, ഞാൻ ചാത്തന്തറയിൽ നിന്ന് വരുന്നു. എനിക്ക് അനേക നാളുകളായിട്ട് മാംസം കഴിക്കുമ്പോൾ അലർജി ഉണ്ടായിരുന്നു. എനിക്ക് ചിക്കൻ ഒഴിച്ച് ബാക്കി എന്ത് മാംസം കഴിച്ചാലും എൻ്റെ ദേഹത്ത് ഫുള്ള് അന്നേരം മുഖവും ശരീരം മുഴുവൻ ചൊറിഞ്ഞ് തടിച്ച് തലകറക്കം, വയറുവേദന. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും രാത്രിയിൽ അപ്പനും അമ്മയെല്ലാം ടെൻഷൻ അടിച്ച് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവിടെ കൊണ്ടുവന്നിട്ട് ഇഞ്ചക്ഷൻ തരും. അതിനുശേഷം അവർ ഡോക്ടറിനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇനി ഒരിക്കലും അത് കൂട്ടാൻ പാടില്ല, കരളിനെ ബാധിക്കും എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഞാൻ ഇന്ന് വരെ അത് ഞാൻ കൂട്ടിയിട്ടില്ല. ഞാൻ ഇവിടെ മാന്ത്രപ്പള്ളിയിൽ വന്ന് മരിയൻ ധ്യാനം കൂടി. അപ്പോൾ പരിശുദ്ധ കുർബാനയുടെ സമയത്ത് രോഗസൗഖ്യത്തിനുള്ള പ്രാർത്ഥനയുണ്ടായിരുന്നു പ്രസംഗത്തിൻ്റെ ഇടയിൽ. അപ്പോൾ ആ പ്രാർത്ഥനയുടെ സമയത്ത് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവം ഞങ്ങൾക്ക് അപ്പം തന്നെ ഞങ്ങൾക്ക് രോഗസൗഖ്യം നൽകി എന്നെ അനുഗ്രഹിച്ചു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഭക്ഷണത്തിന് കപ്പയും പോത്തിറച്ചിയായിരുന്നു അച്ഛൻ ഞങ്ങൾക്ക് കഴിക്കാൻ തന്നത്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായില്ല. ദൈവം എന്നെ പൂർണ്ണമായിട്ട് സൗഖ്യം നൽകി എന്നെ അനുഗ്രഹിച്ചു. സാധാരണ പോത്തിറച്ചി കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ കുറച്ച് കഴിഞ്ഞാൽ ഉടനെ അത് തനിയെ ഇങ്ങനെ ദേഹത്തെല്ലാം പൊന്തി വരും. ചൊറിച്ചിൽ, വയറുവേദന, ഭയങ്കര അസ്വസ്ഥതയാണ്, തലവേദന. ദൈവം എന്നെ പൂർണ്ണമായിട്ട് അനുഗ്രഹിച്ചു. ഈശോ തന്ന അത്ഭുത രോഗശാന്തിക്ക് ഈശോയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഞാനൊരു കാര്യം പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. മരിയൻ ധ്യാനത്തിൻ്റെ പ്രത്യേകത ഇതാണ്. പരിശുദ്ധ കുർബാനയുടെ സമയത്ത് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ച് അച്ഛൻ പറഞ്ഞ് ഞങ്ങളെ ധ്യാനിപ്പിക്കുമ്പോഴാണ് കൂടുതൽ രോഗസൗഖ്യങ്ങൾ സംഭവിക്കുന്നത്. എനിക്കും ആ സമയത്താണ് രോഗസൗഖ്യം അനുഭവപ്പെട്ടത്. മരിയൻ ധ്യാനം യഥാർത്ഥത്തിൽ ദിവ്യകാരുണ്യ അഭിഷേക ധ്യാനം തന്നെയാണ്. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ഫിലോമിന പീറ്റർ. ഞാൻ പാലാരൂപതയിലെ അമ്പാരനിരപ്പയിൽ നിന്ന് വരുന്നു. 30 വർഷമായി എനിക്ക് ചിക്കൻ ഒഴിച്ച് ബാക്കി ഒരു മാംസവും കഴിക്കത്തില്ലായിരുന്നു. കഴിച്ചു കഴിയുമ്പോൾ എനിക്ക് ദേഹം മുഴുവനും ചൊറിഞ്ഞു തടിക്കും ആദ്യം. അത് കഴിയുമ്പോൾ മുഴുവനും നീരാകും. നീരായി കഴിഞ്ഞാൽ പിന്നെ ശ്വാസമുട്ടലാകും. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷനും എടുത്ത് ഓക്സിജനും തരാതെ
എൻ്റെ ശ്വാസമുട്ടൽ പോകത്തില്ലായിരുന്നു. എന്നാലും ഒരു ദിവസം മുഴുവൻ എൻ്റെ ശരീരത്തിൽ നീരും അസ്വസ്ഥതയും ചൊറിച്ചിലും ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ ചിക്കൻ അല്ലാതെ വേറൊരു മാംസവും ഒന്നും കൂട്ടത്തിലായിരുന്നു. കട്ട്ലറ്റ്, പപ്സ്, അങ്ങനെ വേറൊരു കല്യാണത്തിന് എന്തെങ്കിലും വിശേഷത്തിന് പോയാലും ഞാൻ ചിക്കൻ അല്ലാതെ വേറെ ഒന്നും കഴിക്കാറില്ലായിരുന്നു. ഞങ്ങൾ മാന്തരപ്പള്ളിയിൽ ധ്യാനം കൂടാൻ വന്നു. ധ്യാനത്തിൻ്റെ സമയം, കുർബാനയുടെ സമയത്ത് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഫുഡ് പോയ്സൺ ആയിട്ടുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനയുടെ ഇടയിൽ എനിക്ക് സൗഖ്യമായി. അത് കഴിഞ്ഞ് അച്ഛൻ ഞങ്ങൾക്ക് ബീഫും കപ്പയും തന്നു. ഞാൻ നല്ലപോലെ കഴിച്ചു. എനിക്ക് ഒരു കുഴപ്പവുമില്ല. 30 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കാതിരുന്നതാണ് ബീഫും ബാക്കി ഇറച്ചികളെല്ലാം. ഇവിടെ വന്ന് ഞാനത് കഴിച്ചു. എനിക്ക് ഒരു കുഴപ്പവുമില്ല. എനിക്ക് പൂർണ്ണ സൗഖ്യം തന്ന ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. എൻ്റെ പേര് ജിറ്റു ജോസഫ്. ഞാൻ വരുന്നത് മാന്നാനത്തു നിന്നാണ്. എനിക്ക് പാലും പാൽ ഐറ്റംസും ഐസ്ക്രീമും റെഡ് മീറ്റും ഇതൊന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇത് കഴിച്ചാൽ തലവേദന, വയറുവേദന, ദേഹമാകെ ചൊറിഞ്ഞ് തടിച്ചു വരിക, അങ്ങനെ പലതരം അസ്വസ്ഥതകൾ എനിക്ക് വരുമായിരുന്നു. 13 വർഷമായിട്ട് ഞാൻ പാലൊഴിച്ച് ചായ കുടിക്കാറേ ഇല്ലായിരുന്നു. അങ്ങനെ മാനന്തറപ്പള്ളി മരിയം ധ്യാനം കൂടി കുർബാന മധ്യേ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം പാലൊഴിച്ച് ചായ എനിക്ക് കുടിക്കുകയും തന്നു. പാലൊഴിച്ച് ചായ കുടിക്കുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് ഒരു കുഴപ്പവുമില്ല. ഈശോ അതിനെ സൗഖ്യപ്പെടുത്തി. 13 വർഷമായിട്ട് എനിക്ക് പാലോ, പാൽ ഐറ്റംസോ, റെഡ് മീറ്റോ, ഐസ്ക്രീമോ ഇങ്ങനെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഈശോ എന്നെ സൗഖ്യപ്പെടുത്തി. ഈശോയ്ക്ക് നന്ദി, ഈശോയ്ക്ക് സ്തുതി. എൻ്റെ പേര് ജോളി. ഞാൻ പൂഞ്ഞാർ ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് മൈദ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ, അതായത് പൊറോട്ട, പപ്സ് എന്നിവയൊക്കെ കഴിക്കുമ്പോൾ വയറിന് അസ്വസ്ഥതയും ഭയങ്കര ക്ഷീണവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ സാധനങ്ങളൊന്നും ഒരു 4-5 വർഷമായിട്ട് കഴിക്കുന്നേ ഇല്ലായിരുന്നു. മാന്ത്രയിൽ വന്ന് മരിയൻ ധ്യാനത്തിൽ പങ്കെടുത്തു. അവിടെ വെച്ച് കുർബാന മധ്യത്തിൽ അച്ഛൻ അലർജി ഉള്ളവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചു. എനിക്ക് ഇവിടെ വെച്ച് ഞാൻ പൊറോട്ട കഴിക്കുകയും എനിക്ക് യാതൊരു പ്രശ്നം വയറിന് ഉണ്ടാവുകയോ ക്ഷീണം സംഭവിക്കുകയോ ചെയ്തില്ല. പിന്നീട് ഞാൻ വീട്ടിൽ ചെന്ന് പപ്സും കഴിച്ചു. അത് കഴിച്ചിട്ടും എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു. കുറേ നാളായിട്ട് മൈദ ഉപയോഗിക്കുമ്പോൾ ഉണ്ടായിരുന്ന അലർജി എനിക്ക് പൂർണ്ണമായും സൗഖ്യമായി. ഈശോ തന്ന ഈ സൗഖ്യത്തിന് ഞാൻ നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് തോമസ് കുര്യൻ. ഞാൻ താമസിക്കുന്നത് പൊൻകുന്നത്താണ്. ഞാൻ നേഴ്സിംഗ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. നേഴ്സിങ്ങിന് ശേഷം ജോലി ചെയ്ത ശേഷം ഞാൻ OETക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ഞാൻ 4 പ്രാവശ്യം OET എക്സാം എഴുതിയിട്ടും എനിക്ക് ആവശ്യമായ പുറത്തേക്ക് പോകാനുള്ള സ്കോർ ലഭിക്കാതെ വന്നു. ഞാനപ്പോൾ ഇവിടെ വന്ന് മാന്തരപ്പള്ളിയിൽ വന്ന് അച്ഛനെ കാണുകയും അച്ഛൻ എന്നോട് ഒരു മരിയൻ ധ്യാനം കൂടി പരീക്ഷയ്ക്ക് ഡേറ്റ് എടുക്കാൻ പറയുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞ പ്രകാരം ഞാൻ ധ്യാനം കൂടുകയും അതിനുശേഷം ഡേറ്റ് എടുത്ത് ഞാൻ എക്സാം എഴുതുകയും ചെയ്തു. ആ എക്സാമിന് ദൈവം എന്നെ വളരെ സമർത്ഥമായി അനുഗ്രഹിച്ചു. എനിക്ക് എല്ലാ മോഡ്യൂളിലും B സ്കോർ കൂടി ജയിക്കുവാനുള്ള കൃപ നൽകി. അതിനുശേഷം ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് UK-ക്കുള്ള ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനും ആ ഇൻ്റർവ്യൂ പാസ്സാകുവാനും അതിനുള്ള പേപ്പർ വർക്കുകളും മുന്നോട്ട് നടക്കുകയായിരുന്നു. ഞാൻ അഫ്ഗാനിസ്ഥാനിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തിയായിരുന്നുകൊണ്ട് എനിക്ക് പേപ്പർ വർക്കുകൾ സബ്മിറ്റ് ചെയ്തപ്പോൾ ഒത്തിരി ഭയമുണ്ടായിരുന്നു. ഞാനത് അച്ഛനോട് വന്ന് പറയുകയും അച്ഛൻ എന്നോട് ഇവിടുത്തെ ഞായറാഴ്ച ദിവസങ്ങളിലെ ആരാധനയിൽ പങ്കെടുക്കാൻ പറയുകയും ഞാൻ അതിനായി പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെ ഓരോ പേപ്പർ വർക്കുകൾ ഞാൻ സബ്മിറ്റ് ചെയ്യുമ്പോഴും അച്ഛൻ്റെ അടുത്ത് വരികയും ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടുവരുന്നു. അങ്ങനെ ഈ മാതാവിൻ്റെ ഈ മാസം എനിക്ക് UK-ക്ക് പോകാനുള്ള എല്ലാ പേപ്പർ വർക്കുകളും വിസയും എൻ്റെ ടിക്കറ്റുകളും റെഡി ചെയ്യുകയും ചെയ്തു. ഈ ഒക്ടോബർ 16-ാം തീയതി ഞാൻ UK-ക്ക് പോവുകയാണ്. ദൈവം എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കടപ്പെട്ടവനാണ്. അതേപോലെ തന്നെ എനിക്ക് ഇവിടെ വന്ന് ഒരു മരിയൻ ധ്യാനം കൂടുവാനും കൂടുതൽ ഭക്തിയിലേക്ക് ആഴപ്പെട്ട് വളരുവാനും ആരാധനകളിൽ പങ്കെടുക്കാനും എനിക്ക് അവസരം നൽകിയ അച്ഛനും അതുപോലെ എന്നെ ഈ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിനും ഒത്തിരി നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മരിയൻ ധ്യാന വേളയിൽ ഏത് ഭക്ഷണത്തിനാണോ അലർജി അതേ ഭക്ഷണം തന്നെ നമ്മൾ അവർക്ക് ഭക്ഷിക്കുവാനായിട്ട് കൊടുക്കും. എന്നിട്ട് അത് സാക്ഷ്യപ്പെടുത്തും. അതേ ധ്യാനത്തിൽ വെച്ച് തന്നെ അത് സാക്ഷ്യപ്പെടുത്തും. ഇത് അനേകർക്ക് ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തിയും സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും. അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉണർവുണ്ടാകും. അടയാളങ്ങൾ
ദിവ്യകാരുണ്യ ഭക്തിയിലേക്ക് ദൈവജനത്തെ നയിക്കും. ഇത് മരിയൻ ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുകയാണ്. എൻ്റെ പേര് ലിയ. ഞാൻ റാന്നിയിൽ നിന്ന് വരുന്നു. ഞാൻ BSc നഴ്സിംഗ് 4th ഇയർ സ്റ്റുഡൻ്റാണ്. എനിക്കൊരു രോഗം ഉണ്ടായിരുന്നു. രോമം ഉള്ളിലേക്ക് വളരുന്ന ഒരു അസുഖമായിരുന്നു. അതിന് പറയുന്ന പേര് പൈലോനൈഡൽ സൈനസ് എന്നായിരുന്നു. അതിന് സർജറി ആയിരുന്നു പ്രതിവിധി. പക്ഷെ എൻ്റെ സർജറി ചെയ്തിട്ടും ഇത് പിന്നെയും വരും. ഇതിൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ ഇത് സർജറി ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും ഇങ്ങനെ വരുന്ന ഒരു രോഗമായിരുന്നു. ഈ അസുഖത്തിന് വളരെയധികം വേദനയാണ്. ഇത് ഒരു രോമം ഉള്ളിലേക്ക് വളരുകയാണ്. അത് കാരണം ഭയങ്കര വേദനയും ചുമന്നിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. എൻ്റെ പപ്പായും മമ്മയും മാന്ത്രപ്പള്ളി ധ്യാനം കൂടി അവർക്ക് വളരെ അനുഭവമായിരുന്നു. അങ്ങനെയാണ് ഞാൻ മാന്ത്രപ്പള്ളി വന്നത്. മാന്ത്രപ്പള്ളിയിൽ ഒരു അത്ഭുത ഉറവയുണ്ട്. ആ ഉറവയിൽ അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോയി അവിടെ വെള്ളം കുടിക്കാൻ തന്നു, മുഖം കഴുകുകയും ചെയ്തു. പിന്നീട് എനിക്ക് ഈ രോഗം വന്നിട്ടുള്ള പരിപൂർണ സൗഖ്യം തന്നു. ഈശോ എന്നെ സൗഖ്യപ്പെടുത്തി പരിപൂർണ സൗഖ്യം നൽകുന്ന ഈശോയ്ക്ക് ഒരുപാട് നന്ദി. എൻ്റെ പേര് ആൻസി. ഞാൻ തൊടുപുഴ കോപ്പറേറ്റീവ് പബ്ലിക് സ്കൂളിൽ പഠിപ്പിക്കുന്നു. ഹസ്ബൻഡ് മനീഷ്. ആള് ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. രണ്ട് പിള്ളേർ. മൂത്ത ആൾ ഏഞ്ചലീറ്റ ട്രീസ ആൻഡ് ഇളയ ആൾ അബിഗേൽ മരിയ. ഞാൻ എൻ്റെ മകൾ ഏഞ്ചലീറ്റയ്ക്ക് ഈശോ നൽകിയ ഒരു സൗഖ്യത്തിന് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇവൾക്ക് ചെറിയ നാൾ മുതൽ കുട്ടിക്കാലം മുതൽ ഒരു ഫുഡ് അലർജി ഉണ്ടായിരുന്നു. 6 മാസം മുതൽ ഒരു നട്ട്സ് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ, അമൃതപ്പൊടിയും നട്ട്സും എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ശരീരം മുഴുവനും കുമിളകൾ വരും. വെള്ളം നിൽക്കുന്ന കുമിളകളായിരിക്കും. അത് പിന്നെ പൊട്ടി ചോര വരും. പിന്നെ അത് പാടുപോലെ നിൽക്കുകയും ചെയ്യും. അടുത്ത പ്രാവശ്യവും ഇതുപോലെ തന്നെ അതേ പാടിൽ നിന്ന് തന്നെ വീണ്ടും കുരുകൾ വരും. അങ്ങനെ ശരീരം മുഴുവൻ, പ്രത്യേകിച്ച് 2 കൈയിലും 2 കാലിലും ആണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഒരു 3.5 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഫുഡ് അലർജി ആണെന്ന് ഞങ്ങൾക്കും മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിന് മുമ്പ് വരെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ അതിനുശേഷം ഒത്തിരി ഞങ്ങൾ ഫുഡ് കൺട്രോൾ ചെയ്യാൻ നോക്കി. എന്നിട്ടും അറിയാതെ ആണെങ്കിലും വല്ല കേക്കിൻ്റെ അകത്തുനിന്നോ എല്ലാം കാഷ്യൂ നട്ട്സോ എല്ലാം കഴിച്ചാൽ പോലും പിറ്റേ ദിവസം അത് ശരീരത്തിൽ വരും. ഞങ്ങൾ മാന്ത്രപ്പള്ളിയുടെ ഈ പള്ളീനെ പറ്റി അറിഞ്ഞ് ഒരു പ്രാവശ്യം അച്ഛനെ കാണാൻ വന്നിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു പാരൻസ് ധ്യാനത്തിന് കൂടി പ്രത്യേകം കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഈ ഓഗസ്റ്റ് 25-ാം തീയതി നടന്ന ധ്യാനത്തിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടി. ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. കുർബാന മധ്യേ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനെപ്പറ്റിയുള്ള സാക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ പ്രത്യേകമായി കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പോൾ വീട്ടിലിരിക്കുന്ന കുഞ്ഞിന് ആ സമയത്ത് തന്നെ ഈശോ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. ഞങ്ങളതിന് ശേഷം വീട്ടിൽ ചെന്ന് കുഞ്ഞിന് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന നട്ട്സും അതുപോലെ തന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള അയലയും കൊടുക്കാറില്ലായിരുന്നു. അത് രണ്ടും കൊടുത്തു. കൊച്ചിനൊന്നും ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. ഇതുവരെയും കയ്യിലോ കാലിലോ ഒരു പാട് പോലും വന്നിട്ടില്ല, ഒരു കുമിള പോലും വന്നിട്ടില്ല. ഈശോ ഞങ്ങളുടെ കുഞ്ഞിന് അത്ഭുത രോഗശാന്തി നൽകി അനുഗ്രഹിച്ചു. ഞങ്ങൾ വീണ്ടും അച്ഛനെ കാണാൻ വന്നപ്പം നട്ട്സുമായിട്ടാണ് വന്നത്. അപ്പോൾ ഇത് കൊച്ചിൻ്റെ സാക്ഷ്യമായിട്ട് എല്ലാവരുടെയും മുമ്പിൽ നട്ട്സ് കഴിച്ച് കാണിക്കുവാണ്. കഴിച്ചോ? ഈശോ നൽകിയോ അനുഗ്രഹം. കൊച്ചറിയാതെ ഏതെങ്കിലും ഒരു നട്ട്സ് കഴിച്ചാൽ പോലും അത് പെട്ടെന്ന് അത് പിറ്റേ ദിവസം തന്നെ കൊച്ചിൻ്റെ ദേഹത്ത് കാണാമായിരുന്നു, അതിൻ്റെ അലർജിക് ഫോം. അതാണ് ഈശോ ഒറ്റ നിമിഷം കൊണ്ട് സൗഖ്യമാക്കിയത്. ഞങ്ങൾ മാതാപിതാക്കന്മാർ പങ്കെടുത്ത ധ്യാനത്തിൽ അത് കുഞ്ഞുങ്ങൾക്ക് പോലും അനുഗ്രഹമാകുന്നു എന്നുള്ളൊരു സാക്ഷ്യമാണിത്. ഈ മരിയൻ ധ്യാനത്തിൻ്റെ പ്രത്യേകത ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ച് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ സാക്ഷ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകമായി അബ്രഹാം അച്ഛൻ സിസ്റ്റർ റാണിക്ക് നാവിൽ വിശുദ്ധ കുർബാന നൽകിയ സമയത്ത് ആ തിരുവോസ്തി ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമായി മാറിയതിനെപ്പറ്റി അച്ഛൻ വിവരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇതുപോലുള്ള അത്ഭുതങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കുഞ്ഞിന് നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഈശോയെ സ്തുതി, ഈശോയെ നന്ദി. അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് ഈ സാക്ഷ്യം സമർപ്പിക്കുന്നു. എൻ്റെ പേര് ഏഞ്ചലീറ്റ. ഞാൻ നട്ട്സ് കഴിക്കുമ്പോൾ എൻ്റെ ദേഹത്ത് കുരുക്കളുണ്ടാവും. അതുകൊണ്ട് ഞാൻ നട്ട്സ് കഴിക്കാറില്ലായിരുന്നു. എന്നാൽ ഈശോ എന്നെ സുഖപ്പെടുത്തി.
ഞാനിപ്പോൾ നട്ട്സ് കഴിക്കുന്നുണ്ട്. എൻ്റെ ശരീരത്തിൽ കുരുക്കളൊന്നുമില്ല. ഈശോ തന്ന സൗഖ്യത്തിന് ഞാൻ നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ. അത് പശുകുർബാനയുടെ അല്ലെങ്കിൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് ഇപ്പോൾ ഇപ്രകാരമുള്ള അസാധാരണമായ അടയാളങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 1997 നവംബർ 2 തീയതി കഞ്ചിക്കോടുള്ള ഗുഡ് ഷേപ്പേഡ് ഇടവകയിൽ, അന്നത് ഞായറാഴ്ചയായിരുന്നു, ഞാൻ അർപ്പിച്ച പശുകുർബാനയുടെ മധ്യയാണ് റാണിയുടെ നാവിൽ പശുകുർബാന മാംസരക്തമായി മാറിയത്. ഈ അനുഭവം ഞാൻ വിവരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഇപ്രകാരമുള്ള അസാധാരണമായ അടയാളങ്ങൾ, രോഗശാന്തികൾ നടക്കുന്നത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? ആ സംഭവം സത്യമാണെന്ന് ഇന്നത്തെ സമൂഹം, ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹം ബോധ്യമാകുന്നതിന് വേണ്ടി സ്വർഗം നൽകുന്ന ഒരു ഉറപ്പും അടയാളവുമായിട്ടാണ് ഞാൻ ഈ അനുഭവങ്ങളെ, പ്രത്യേകിച്ച് അലർജി മാറുന്ന അനുഭവങ്ങളെ, ഒരു അസാധാരണ അനുഭവങ്ങളെ ഞാൻ കാണുന്നത്. ഞാനത് പങ്കുവെക്കുകയാണ് ചെയ്തത്. ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ച് പരിശുദ്ധ അമ്മ 2002 മാർച്ച് 25 തീയതി നൽകിയ, കഞ്ചിക്കോട്ടുള്ള റാണിക്ക് നൽകിയ സന്ദേശത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്: പരിശുദ്ധ കുർബാനയിലെ യേശു സാന്നിധ്യത്തെ, ശ്രദ്ധിക്കണേ, പരിശുദ്ധ കുർബാനയിലെ യേശു സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങളെ കണ്ടോ. പരിശുദ്ധ കുർബാനയിലെ യേശു സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങളെ നിരാകരിച്ചും എന്ന് പറഞ്ഞാൽ അതിനെയെല്ലാം തള്ളിക്കളയുക, ഇതൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ അങ്ങോട്ട് അടിപ്പടലം തള്ളിക്കളയുക. അതിനെക്കുറിച്ച് അമ്മ ദുഃഖത്തോടുകൂടി പറയുകയാണ്: പരിശുദ്ധ കുർബാനയിലെ യേശു സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങളെ നിരാകരിച്ചും സത്യ സാന്നിധ്യത്തെ തിരിച്ചറിയാതെ ഉൾക്കൊള്ളാതെ യേശുവിനെ ഉപേക്ഷിക്കുന്ന, ഉപദ്രവിക്കുന്ന മക്കളെ ഓർത്ത് ഞാൻ ദുഃഖിതയാണ്. ഒന്നുകൂടെ നമുക്ക് വായിക്കാം. പരിശുദ്ധ കുർബാനയിൽ യേശു സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങളെ നിരാകരിച്ചും സത്യസാന്നിധ്യത്തെ തിരിച്ചറിയാതെ ഉൾക്കൊള്ളാതെ യേശുവിനെ ഉപേക്ഷിക്കുന്ന, ഉപദ്രവിക്കുന്ന മക്കളെ ഓർത്ത്, അതെ, സത്യ സാന്നിധ്യത്തെ, പരിശുദ്ധ കുർബാനയിലുള്ള യേശുവിൻ്റെ ആ സത്യ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങളെ നിരാകരിച്ചുകൊണ്ടുള്ള, പരിശുദ്ധ കുർബാനയോട് വേണ്ടത്ര ഭക്തിയും ആദരവും ഇല്ലാത്ത ഒരു ജീവിതം നയിക്കുന്നവരെ ഓർത്ത് സ്വർഗം കരയുകയാണ്, അമ്മ കരയുകയാണ്. അതുകൊണ്ടല്ലേ അമ്മയുടെ കണ്ണിൽ നിന്നും ചിലപ്പോൾ കണ്ണുനീര് ദുഃഖമായിട്ട് കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ തരുണത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന് പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുന്ന അനേകായിരങ്ങളോട് ചേർന്ന് നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ്: ഓരോ ദിവ്യബലി അർപ്പണവും, ഓരോ ദേവാലയത്തിൽ നടക്കുന്ന ദിവ്യബലി അർപ്പണവും എൻ്റെ സന്ദർശന ദിനമാണ്. ഞാൻ കർത്താവിനെ സന്ദർശിക്കേണ്ട എൻ്റെ സന്ദർശന ദിവസം അത് അറിയാതെ പോകരുതേ. പരിശുദ്ധ കുർബാനയിലേക്ക് ഒരു ഉണർവുണ്ടാകുവാൻ, പ്രത്യേകിച്ച് ഇന്ന് പരിശുദ്ധ കുർബാന പൊതുവേദിയിൽ പ്രദർശന വസ്തുവായി തീരുകയും കുർബാനയുടെ പേരിൽ കോലാഹലങ്ങൾ ഉണ്ടായി അനേകരിൽ നിന്നും സാത്താൻ ദിവ്യകാരന്റെ ഭക്തി പറിച്ചെടുത്ത് കളയുമ്പോൾ, അതെ, ബാൽദേവന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ ഇസ്രായേലിൽ അവശേഷിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ കർത്താവിത എന്നെയും നിങ്ങളെയും ദിവ്യകാരുണ്യ ഭക്തിയിൽ ഉറപ്പിക്കുകയാണ്. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കൊരിക്കൽ കൂടി ഏറ്റുപറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ ചിത്രം കണ്ടുകൊണ്ടിരിക്കുന്നവരെയും ഇവരുടെ ഭവനത്തെയും ആശീർവദിക്കണമേ. ആത്മരക്ഷയെ കുറിച്ചുള്ള വലിയൊരു ദാഹം മക്കൾക്ക് നൽകണമേ. പരിശുദ്ധ കുർബാന ഓരോ ദിവസവും ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാന അതെനിക്ക് വേണ്ടിയിട്ടാണെന്നും അത് എൻ്റെ സന്ദർശന ദിനമാണെന്നും ഞാൻ കർത്താവിനെ സന്ദർശിക്കേണ്ട ദിനമാണെന്നും ഉള്ള തിരിച്ചറിവ് ഉണ്ടാകുവാനും അനുദിന ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന അനേകായിരങ്ങൾ സമൂഹത്തിൽ ഉയർത്തെഴുന്നേൽക്കുവാനും ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചിത്രം കണ്ടുകൊണ്ടിരിക്കുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവരുടെ മക്കളെയും അവരുടെ നിയോഗങ്ങളെയും അവിടുന്ന് പ്രത്യേകമായിട്ട് ആശീർവദിക്കണമേ. നമ്മുടെ കാവ്യയുടെ കൃപയും സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും അനുഗ്രഹവും നാം എല്ലാവരിലും, നമ്മളിലും, നമ്മുടെ നിയോഗങ്ങളിലും, നമ്മുടെ എല്ലാ വ്യാപാര മേഖലകളിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.